എല്ലാവരോടും ഒരാളുടെ അഭിംസയാണ്. ചിലവർക്കും നല്ലത് വരണം എന്ന് ഗുണം കാക്ഷിക്കലാണ്, വെൽ വിഷിങ്. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ലവരാകണം, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം. ഇതാഗ്രഹിക്കലാണ് ഇസ്ലാം. അത് നമ്മുടെ കൽബിലില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുണ്ടാവുക? എല്ലാവരും നന്നാവണം എന്നല്ലാതെ അങ്ങനെ കുരുത്തം കെട്ട് പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോകട്ടെ, അവരങ്ങ് നരകത്തിലേക്കാവട്ടെ, ഇങ്ങനെ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ കഴിയില്ല, പാടില്ല. അദ്ദീനു അന്നസ്വീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ഖുൽനാ ലിമൻ, സ്വഹാബികൾ പറയട്ടെ, ഞങ്ങൾ ചോദിച്ചു നബിയേ, ആർക്കൊക്കെയാണ് ഞങ്ങൾ ഗുണം കാംക്ഷിക്കേണ്ടത്? ഖാല ലില്ലാഹ് വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. ലില്ലാഹി വലിറസൂലിഹി വലികിതാബിഹി, വിശുദ്ധ ഖുർആനിന് ഗുണം കാംക്ഷിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിന് ഗുണം കാംക്ഷിക്കണം, അള്ളാഹുവിന് ഗുണം കാംക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലതേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ. തെറ്റിദ്ധാരണകൾ വരുമ്പോൾ തിരുത്തി കൊടുക്കണം. അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങളെ തിരുത്തി കൊടുക്കണം. ഖുർആനിന് വേണ്ടി നിങ്ങൾ നല്ലത് വിചാരിക്കണം. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ, ഉത്തരവാദിത്വമുള്ള ആളുകൾ, അവർക്ക് നന്മയാണ് നിങ്ങൾ കാക്ഷിക്കേണ്ടത്. മുസ്ലിമീങ്ങളുടെ പൊതുസമൂഹം, സാധാരണക്കാർ, കൂലിപ്പണി ചെയ്യുന്നവർ, സാധാ ജോലി ചെയ്ത് ജീവിക്കുന്നവർ, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, കച്ചവടക്കാർ, കടലിൽ പോയി പണിയെടുക്കുന്നവര്, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവര്, എവിടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാധാരണക്കാർ, ഇവർക്കൊക്കെ നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കണം. കച്ചവടക്കാർ, നിങ്ങളുടെ തൊട്ടടുത്തൊരു കച്ചവട സ്ഥാപനം വരുമ്പോൾ അവൻ പൊളിഞ്ഞു പോട്ടെ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അവനും എനിക്കും റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എൻ്റെ റിസ്ക്കിൽ നിന്ന് എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത്, അവൻ്റെ റിസ്ക്കല്ല എനിക്കും കിട്ടുന്നത്. എൻ്റെ കസ്റ്റമർ അയാളുടെ അടുത്ത് പോകുന്നില്ല, അയാളുടെ കസ്റ്റമർ എൻ്റെ അടുത്തും വരില്ല. രണ്ടുപേർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റിസ്ക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ പാര വെക്കൂല, അപ്പോൾ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകില്ല, അപ്പോൾ പിന്നെ സിഹ്ർ ചെയ്യാൻ ഓടൂല. എന്തേ? അർ-റാസിഖു ഹുവ അല്ലാഹ്, റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എൻ്റെ സഹോദരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ രാജ്യക്കാരനാണ്. അവൻ രക്ഷപ്പെടട്ടെ, ഞാനും രക്ഷപ്പെടട്ടെ. അൽഹംദുലില്ലാ. എനിക്ക് ഓർമ്മയുണ്ട്, ദുബൈയിലെങ്ങാനും ഒരു ഷോപ്പ് ഓപ്പണിങ്ങിന് ചെന്നപ്പോഴേ തൊട്ടപ്പുറത്ത് ഒരു അറബിയുടെ സ്ഥാപനമാണ്. അപ്പോൾ തുറന്നത് നമ്മുടെ മലയാളികളാണ്. അവർ തുറന്നതും അയാളുടെ സ്ഥാപനവും ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ അയാൾ വന്നിട്ടുണ്ട്, ഭയങ്കര ദുആ, അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റിസ്ക് തരട്ടെ, നല്ല കസ്റ്റമറോട് വരട്ടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ ആരാണ്? അവർ എൻ്റെ തൊട്ടടുത്ത വീഡിയോക്കാരനാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ ഇതേ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, ഇതാ ഒരു മുസ്ലിമിൻ്റെ അടയാളമാണിത്. ഇങ്ങനെ എന്താ നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മളപ്പോഴേക്കും പാരവെപ്പും പിടിപ്പിക്കലും പോലീസിലേൽപ്പിക്കലും കച്ചവടം അവർ പൂട്ടിപ്പോകാനുള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ? നമ്മളൊരിക്കലും ഇത് ചെയ്യരുത്. ദീൻ നസീഹത്താണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് വരണം എന്നാലോചിക്കുമ്പോഴേ നമ്മൾ മുസ്ലിം ആകുന്നുള്ളൂ. നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത്. الدين النصيحة ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ولرسوله إذا نصحوا لله ورسوله. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ലൈസ അലൽ ദുഅഫാഇ വലാ അലൽ മർളാ. ഇസ്ലാമിക ലോകത്ത് രാജ്യത്തിന് പ്രതിസന്ധി വരുമ്പോൾ, രാജ്യത്തിൻ്റെ ബോർഡറുകൾ കാക്കാൻ വേണ്ടി സൈന്യം പുറപ്പെടുമ്പോൾ പുരുഷന്മാർ മുഴുവൻ സൈന്യത്തിൽ പോകണമെന്നത് ശർഇൻ്റെ നിബന്ധനയാണ്. അന്ന് പട്ടാളക്കാരെന്ന് വേറൊരു സെഗ്രിഗേഷൻ ഇല്ല, പുരുഷന്മാർ മുഴുവൻ പോവേണ്ടി വരും. അവിടെ പോകാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ലൈസ അലൽ ദുഅഫാ, ദുർബലരായ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകൾ, വലാ അലൽ മർളാ, രോഗികളായവർ, വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ, യാത്രയുടെ ചെലവിന് വഹിക്കാവുന്ന കാശ് കയ്യിലില്ലാത്ത പാവപ്പെട്ടവര്, അവർക്ക് വരേണ്ടതില്ല ഹറജുൻ. പക്ഷെ അവരെന്തു ചെയ്യണം? ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും മനസ്സിനുള്ളിൽ ഗുണകാംക്ഷയുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ നിന്നിട്ട് പിന്നെ കൊളത്തി കൊടുക്കരുത്, വീട്ടിൽ നിന്നിട്ട് പിന്നെ ഇസ്ലാമിൻ്റെ സൈന്യത്തിൻ്റെ രഹസ്യം പുറത്തു കൊടുക്കരുത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന പണി ചെയ്യരുത്. ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി,
അവരെന്ത് ചെയ്യണം? ഒന്നിനും കഴിയാത്ത ആളുകളാണ്, രോഗികളാണ്, ബെഡിൽ കിടക്കുകയാണ്, കാശില്ല, യാത്ര ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല, ഈ സൈന്യത്തിൻ്റെ കൂടെ വരാൻ കഴിയില്ല. അവരെന്ത് ചെയ്യണം? അല്ലാഹുവിനും അവന്റെ റസൂലിനും ബെഡിൽ കിടക്കുന്ന രോഗികൾ പോലും ദീനിന് ഗുണം വരണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണം. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, എന്താ പറയുന്നത്? ഹലകന്നാസ്, ജനങ്ങൾ മുഴുവൻ ഹലാക്കായിട്ടോ. 2024 പിറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള കാലം പോക്കാണ്, എല്ലാവരും മോശക്കാരാണ്, നല്ല മനുഷ്യന്മാരെ കാണാനില്ല. കണ്ടില്ലേ, അവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ആ ന്യൂസ് കണ്ടില്ലേ, ഈ വാട്സപ്പ് ന്യൂസ് കേട്ടില്ലേ, ആ പത്രവാർത്ത കണ്ടില്ലേ, നാടൊക്കെ മോശമായി, എല്ലാവരും മോശമാണ്, ജനങ്ങളൊക്കെ നശിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ചവരിൽ ഏറ്റവും നശിച്ചവർ ഈ പറഞ്ഞ ആളാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പറഞ്ഞതിനർത്ഥം എന്താണ്? ജനങ്ങൾ നശിച്ചു എന്ന് പറയാൻ പാടില്ല, കാലം പറ്റ തീർന്നു എന്ന് പറയരുത്. ഏത് പ്രതിസന്ധികൾക്കിടയിലും ഒരു പ്രതീക്ഷയുടെ നാമ്പ് അവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ പോസിറ്റീവ് വൈബുകളാണ് കൊടുക്കേണ്ടത്, ജനങ്ങളെ നിരാശപ്പെടുത്തരുത്. നാട് മുഴുവൻ മോശമാണ്, നാട്ടുകാർ മുഴുവൻ മോശക്കാരാണ്, നാട് ഒന്നിനും കൊള്ളൂല, ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിലേറ്റവും കൊള്ളരുതാത്തവൻ ഇത് പറയുന്ന ആള് തന്നെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫഹുവ അഹ്ലകുഹും. ജനങ്ങളിൽ നന്മയുണ്ട്. ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, പക്ഷെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ കുടുംബങ്ങൾ പോലും അങ്ങനെയാണ്. പുണ്യനബി തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരോട് പറഞ്ഞൊരു ഹദീസുണ്ടല്ലോ, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനായ പുരുഷനും ഒരു ഭർത്താവും തൻ്റെ ഭാര്യയെ വെറുത്തു പോകരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ, ഒരു സ്വഭാവം അവളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ എന്തേ, വേറെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പം എല്ലാം ഇഷ്ടപ്പെടാത്തത് അങ്ങനെ ഒരു മനുഷ്യനുണ്ടാവില്ല. ഓരോ മനുഷ്യരിലെയും നന്മകൾ നോക്കേണമേ, അവരുടെ ഗുണങ്ങൾ നോക്കേണമേ. തിന്മകൾ മാത്രം നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ തുനിഞ്ഞാൽ ഒരു മനുഷ്യനെയും കൂട്ടുകാരനായി സുഹൃത്തായി കൊണ്ടു നടക്കാൻ ഈ ലോകത്ത് ഒരാളെയും കിട്ടില്ല, ഒരാളെയും കിട്ടില്ല. എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട്. ന്യൂനതകൾ തിരുത്തപ്പെടാനുള്ളതാണ്. ന്യൂനതകൾ നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ദേഷ്യപ്പെടരുത്. നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. നിരൂപണങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നിരൂപണം ചെയ്യുന്നവർ ഗുണകാംക്ഷയാണ് ചെയ്യേണ്ടത്. ഗുണം കാംക്ഷിച്ചേ പറയാവൂ, കുറ്റപ്പെടുത്തി വെറുത്ത് ശപിച്ചുകൊണ്ട് പറയരുത്. നന്നാവണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇത് ഖൈറാണ്, ഇങ്ങനെ പോകുമ്പോൾ അത് ഷർറാണ് എന്ന് പറഞ്ഞുകൊടുത്ത് സാരോപദേശം കൊടുക്കുന്ന ഒരു നിരൂപണം കിട്ടുമ്പോൾ മനസ്സുകൊണ്ട് വെറുപ്പ് കാണിക്കരുത്. الصديق ليس الذي يصدقك ولكن الذي صدقك. നിങ്ങൾ പറയുന്നത് മുഴുവൻ തലയാട്ടി കേൾക്കുന്നവനല്ല നിങ്ങളുടെ സുഹൃത്ത്. നിങ്ങൾ പറയുന്ന എന്തു, നിങ്ങൾ ചെയ്യുന്നത് എന്തിനും റെഡി, അങ്ങോട്ട് പോകല്ലേ റെഡി, ഇങ്ങനെ ചെയ്യല്ലേ റെഡി, എല്ലാറ്റിനും റെഡിയാണ്. അത് നല്ലതിനും ചീത്തതിനും ഒക്കെ റെഡിയാണ്. അങ്ങനത്തെ ആളല്ല നിങ്ങളുടെ സഹോദരൻ. പിന്നെയോ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. വലാകിന്നല്ലദീ സ്വദഖക്, നിങ്ങളോട് സത്യസന്ധമായി പെരുമാറുന്ന ആള്. ഈ ചെയ്തത് സത്യമാണ്, ഇത് നല്ലതാണ്, ഇത് ശരിയാണ്, പക്ഷെ ഈ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് നിങ്ങളോട് മുഖത്തേക്ക് നോക്കി ഉള്ളതുപോലെ പറയുന്ന ആളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. മറ്റേത് നാളെ പരലോകത്ത് അല്ലാഹുവിനോട് പറയും, റബ്ബേ വേണ്ടില്ലായിരുന്നു, ഇവനെയൊക്കെ കൊണ്ട് നടന്നിട്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പടച്ചവന്റെ മുമ്പിൽ വിലപിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ وتنهون عن المنكر وتؤمنون بالله كنتم خير أمة, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. അത് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനോടും ഖുർആൻ തന്നെ പറയാം. ചില കണ്ടീഷൻസ് പറഞ്ഞു, ആ കണ്ടീഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യണം. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്, സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്,
പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, മറ്റു മതവിശ്വാസികൾക്ക് മുഴുവൻ മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ. എപ്പോഴാണ് നല്ല സമുദായമാവുമെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ചെയ്യണം എന്ന് നിങ്ങൾ കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, തിന്മകൾ ചെയ്യരുത് എന്ന് നിങ്ങൾ ജനങ്ങളോട് വിരോധിക്കുന്നവരാണ്. നിങ്ങളുടെ മക്കളോട്, വീട്ടുകാരോട്, അനിയനോട്, ജ്യേഷ്ഠനോട്, നാട്ടുകാരോട് തിന്മകൾ കാണുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്താണ്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുമാണല്ലോ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും നന്മകളുടെ പ്രചാരണത്തിന്, തിന്മകളെ പിടിച്ചുകെട്ടാൻ മയക്കുമരുന്നോ ലഹരികളോ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കയറി വരുമ്പോൾ അത് പോലീസുകാർ തടയട്ടെ, ഗവൺമെന്റ് ഇടപെടട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാതെ തിന്മകൾ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം, ആ തിന്മകളെ തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളത് കണ്ടില്ല എന്ന് വിചാരിക്കരുത്, അത് നമ്മുടെ ബാധ്യതയല്ല എന്ന് പറയരുത്. ഒരു സമൂഹം നശിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരു തലമുറ ഇല്ലാതെയാവുകയല്ലേ? ഇപ്പോ മയക്കുമരുന്നിന്, ലഹരിക്ക് അടിമകളാകുന്ന സമൂഹം ഒരു 10 വർഷം കഴിഞ്ഞാൽ ആരോഗ്യം ക്ഷയിച്ച് മരണശയ്യയിൽ കിടക്കുന്ന മക്കളായിട്ടായിരിക്കും നമ്മൾക്ക് അവരെ കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു ദുരന്തം ഈ ഉമ്മത്തിന്റെ ഭാവി തലമുറക്ക് വരാതിരിക്കാൻ, ഈ രാജ്യത്ത് വരാതിരിക്കാൻ, നമ്മുടെ നാടിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഊർജ്ജസ്വലമാവണം. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകൾ നിങ്ങൾ ചെയ്യണമെന്ന് മാത്രമല്ല, നന്മകൾ ചെയ്യിപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മകൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം, തിന്മകളെ പിടിച്ചുകെട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. വതുഅ്മിനൂന ബില്ലാഹ്, എല്ലാറ്റിനും പ്രതിഫലം അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിൽ ഈമാനുള്ളവരായിട്ട് ഈ കാര്യം ചെയ്താൽ മതി. അവാർഡുകൾ വാങ്ങിക്കാനല്ല, ക്ലാപ്പുകളോ ഷെയറുകളോ ലൈക്കുകളോ വേണ്ടിയിട്ടല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നന്മകൾ പ്രോത്സാഹിപ്പിക്കുകയും തിന്മകളെ നിങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ അവർക്കിടയിൽ നടന്ന ചില സംഭവങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിരൂപണങ്ങൾ അവർ ചെയ്യുകയാണ്. നിരൂപണങ്ങളിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ പറയുന്നു, തെറ്റെന്ന് തോന്നുന്നവയെ അവർ തിരുത്തുന്നു. പക്ഷേ അത് കേൾക്കുന്ന ആൾക്കോ പറയുന്ന ആൾക്കോ ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പുമില്ല. ഇവിടെ ചെറിയൊരു കാര്യം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങളുടെ ഒരു വീക്ഷണം, അവരുടെ ഒരു ഇജ്തിഹാദ് പ്രകാരം ഹജ്ജിന് പോകുമ്പോൾ തമത്തുഅ പാടില്ല. ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരു, ഉംറക്ക് ഇഹ്റാം ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരു സന്ദർഭം, അത് പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അലി തങ്ങളാണെങ്കിലോ തമത്തുഅ പാടുണ്ട് എന്ന അഭിപ്രായമാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോൾ ആരും തമത്തുഅ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, ഞാനിതാ ഹജ്ജിന് പോകുന്നു തമത്തുആയിട്ട്, ഞാൻ ആദ്യം ഉംറയാണ് ചെയ്യുന്നത്, പിന്നെയാണ് ഹജ്ജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ ഇജ്തിഹാദ് മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടത് അവിടെ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഉസ്മാൻ എന്നവർക്കുണ്ടായില്ല, അലി തങ്ങൾക്കതിൽ ഒരു വ്യക്തിപരമായ ദേഷ്യവും ഉണ്ടായില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന വലിയൊരു ദുരന്തം വ്യക്തിപരമായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നതാണ്. ഒരിക്കലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു കാര്യം പറയരുത്. നമ്മൾ പറയുന്നത് വിഷയങ്ങളാണ്, പൊതുവിഷയങ്ങളാണ്. ആ പൊതുവിഷയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ അത് ബാധകമാണ് എന്നല്ലാതെ അതെ മാഷാ അല്ലാഹ്, ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയെ 33,000 അല്ലേ, ഒരു വർഷത്തേക്ക് TP മുഹമ്മദ് ഹാജി, മാഷാ അല്ലാഹ്, എന്താണ് കരുവാഞ്ചേരിയോ, കരുവമ്പോയിലെ, ഓക്കെ, മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു മുതഅല്ലിമിനെ ഏറ്റെടുത്തിരിക്കുകയാണ് TP മുഹമ്മദ് ഹാജി, അള്ളാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ KMO ഇസ്ലാമിക് അക്കാദമിയിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പഠന ചെലവിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം ചെയ്യാൻ ഇവിടെ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണേ. നിങ്ങൾ എത്രയാണോ, ഒരു കുട്ടിയെ 2 കുട്ടിയെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാം, അത്രയേ പറയുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മജീദ് കാ
റാഹത്തന്നല്ലേ? ഞങ്ങളിവിടെ യാത്രക്ക് ഉണ്ടായിരുന്നു മജീദിക്ക, ഫലസ്തീൻ യാത്രക്ക്. മാഷാ അല്ലാ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. തമാശ പറഞ്ഞിട്ടും കാര്യം പറഞ്ഞിട്ടും ചിരിപ്പിച്ചിട്ടും ഞങ്ങളുടെ യാത്രയുടെ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. വല്ലാത്ത സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മുആവിയ തങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കഅബാലയത്തിൻ്റെ എല്ലാ മൂലകളും ചുംബിക്കുന്നത് കണ്ടു. റുക്നുൽ യമാനി, പിന്നെ ഹജറുൽ അസ്വദ് നിൽക്കുന്ന ആ ഭാഗം, ഈ രണ്ട് ഭാഗങ്ങളാണ്, ഈ രണ്ട് റുക്നുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തിയത് എന്ന് ഹദീസിലുണ്ട്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദ് എല്ലാ ഭാഗവും കഅബയുടെ 4 ചുമരുകളും മുത്തണമെന്നാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ആ സമയം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അളാപ്പയുടെ മകനും വിശുദ്ധ ഖുർആനും ഹബീബായ നബി തങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത് എന്ന പക്ഷക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നേരെ മറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു അവരും സ്വഹാബിയാണ്. ഓരോ സ്വഹാബിമാരും ഓരോരുത്തരും മുജ്തഹിദുകളാണ്. അവരവരുടെ ഇൽമനുസരിച്ച് ഇജ്തിഹാദ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ കഅബാലയത്തിൻ്റെ 4 ചുമരുകളും ചുംബിച്ചുകൊണ്ടാണ് മഹാനവറുകൾ അവിടെ തവാഫിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ കഅബാലയത്തെ മുഴുവനൊന്ന് ചുംബിക്കും. 2 റുക്നുകൾ മാത്രം, റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദുള്ള റുക്നും മാത്രമല്ല, കഅബയുടെ എല്ലാ റുക്നുകളും മഹാനവറുകൾ ചുംബിക്കും. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിനെതിരായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നമുക്ക് മാതൃകയുണ്ടല്ലോ. വകാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തലിമു ഇല്ല റുക്നൈൻ, റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദുമാണ് നബി തങ്ങൾ മുത്തിയിരുന്നത്. അതുകൊണ്ട് ആ 2 റുക്നും മുത്തണമെന്ന പക്ഷക്കാരനാണ് ഞാൻ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് തിരുത്തു പറയുന്നത് ഹദീസിലുണ്ട്. ഈ ഒരു തിരുത്തു പറയുന്നത് ഗുണകാംക്ഷയാണ്. നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സംഘടനാതലങ്ങളിൽ നമുക്ക് മനുഷ്യന്മാരാണ്. അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അവരും മഅസൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മഹ്ഫൂദീങ്ങളാണ്. നേരെ മറിച്ച് സാധാരണക്കാരായ ആളുകൾ, അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ പിന്നെ പാപസുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു മഖാമ് അമ്പിയാഇന് മാത്രം അള്ളാഹു നൽകിയതാണ്. അള്ളാഹു തആല ബാക്കിയുള്ള ആളുകൾക്ക് ആ ഒരു ഇസ്മത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ തെറ്റ് സംഭവിക്കുന്നവരാണ്. തെറ്റ് സംഭവിക്കുന്നു എന്നത് അതല്ല വിഷയം. ആ തെറ്റുകളെ തിരുത്തി തരുമ്പോൾ ആ തിരുത്തലുകളെ ഹൃദ്യമായി സ്വീകരിക്കാൻ കഴിയുന്നത് അത് എത്ര പേർക്ക് കഴിയും? നമ്മളോടൊരു കുറ്റം പറഞ്ഞാൽ, നമ്മളോടൊരു നിരൂപണം ചെയ്താൽ എത്ര ആളുകൾക്കത് സ്നേഹത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് പറ്റുമോ? നമുക്ക് ആ പറഞ്ഞാലോട് ദേഷ്യം വരും. ഹദിയ കൊടുക്കുകയാണ്, സമ്മാനം കൊടുക്കും. എങ്ങനെ? മഹാന്റെ വാക്ക് നോക്കൂ, റഹിമല്ലാഹു റഅൻ, അല്ലാഹു ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യട്ടെ, ദുആയാണ്, അല്ലാഹു കരുണ ചെയ്യട്ടെ. അഹദാ ഇലയ്യ ഉയൂബി, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ ന്യൂനത എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. അഹ്ദാ ഇലയ്യ ഉയൂബി, എൻ്റെ ഐബ് എനിക്ക് ഹദിയയായി തന്നു. അഹ്ദ എന്ന് പറഞ്ഞാൽ ഹദിയ കൊടുക്കുക. ഹദിയ എന്ന് പറയുന്നത് സമ്മാനമാണ്. കുറ്റം കുറവും സമ്മാനമായി കൊടുക്കുക. അതിനൊക്കെ സമ്മാനം നമ്മൾ വിളിക്കുമോ? നമ്മളങ്ങനെ വിളിക്കുമോ? ഒരു കുറ്റം പറയുമ്പോൾ സമ്മാനം എന്ന് പറയുമോ? നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നീയത്ത് ശരിയാവണമെന്നാണ്. നീയത്താണ് വിഷയം. നീയത്തെന്നത് ഏറ്റവും പ്രധാനമാണ്. ഏത് അമലും ചെറുതാകുന്നതും വലുതാകുന്നതും നീയത്തിനനുസരിച്ചാണ്. നന്നാവുന്നതും ചീത്തയാവുന്നതും നീയത്തിനനുസരിച്ചിട്ടാണ്. മഹാനവറുകൾ പറയുന്നു, എന്നോട്, എന്നെ ഗുണകാംക്ഷയോടുകൂടെ എന്നോട് എൻ്റെ നീ റഹ്മത്ത് ചെയ്യണമേ. എത്ര നല്ല ചിന്തയാണത്. ആ ഒരു മനസ്സിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് സ്വയം ഒരു നിരൂപണം ചെയ്യുന്നവർക്ക് അത് സാധിക്കുകയുള്ളൂ. സ്വയം നിരൂപിക്കുക, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. നമ്മൾ നമ്മളെ ഒന്ന് നോക്കുക, നമ്മളെ ഒന്ന് പരിശോധിക്കുക. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ അസർ സുനനു തുർമുദിയിൽ ഇമാം അബൂ ഈസ തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്നു. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ, നിങ്ങൾ ഓരോരുത്തരും അവനവനെ ഒന്ന് വിചാരണ ചെയ്യണമേ. അല്ലാഹു നാളെ നമ്മെ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ്.
പടച്ചവൻ നമ്മളെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് നമ്മളെ ഒന്ന് വിചാരണ ചെയ്യണേ. തീരുമാനിച്ചോ? നീ എപ്പോഴാണ് ചെയ്യുക, എങ്ങനെ വിചാരണ ചെയ്യുക എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് ആലിമീങ്ങൾ പറയുക, വിചാരണ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു പാർട്ട്ണർ, ഒരു ബിസിനസ്സിൽ 2 പേര് പാർട്ട്നേഴ്സാണെന്ന് വിചാരിക്കുക. ഒരു പാർട്ട്ണർ അടുത്ത മറ്റേ പാർട്ട്ണറെ എങ്ങനെ വിചാരണ ചെയ്യുന്നുവോ അങ്ങനെ സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണമെന്നാ. പൈസൻ്റെ ഏർപ്പാടല്ലേ? അപ്പോൾ ശരിക്കും നോക്കും, ആ പൈസ ഇവിടെ പോയി, ഈ ബില്ല് എവിടെ, അതെന്തിനോ ചെയ്തു, അവൻ ലാഭം എടുത്തിട്ടുണ്ടോ, അവൻ കണക്ക് വെക്കാതെ പോയിട്ടുണ്ടോ, വെച്ചതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ എങ്ങനെയാണ് വിചാരണ ചെയ്യുക? അങ്ങനെ നിങ്ങളെ വിചാരണ ചെയ്യണം. എപ്പോ? ഖബ്ല അൻ തുഹാസബൂ, അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് നാളെ പരലോകത്ത്. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ വിചാരണ ചെയ്യണമേ. എന്നാൽ നാളത്തെ വിചാരണ എളുപ്പമാവും. വസിനൂ ഖബ്ല അൻ തൂസനൂ, നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കണമേ. അല്ലാഹു നിങ്ങളുടെ അമലുകൾ നാളെ തുലാസിൽ വെച്ച് തൂക്കാൻ പോകുന്നു. ഇപ്പം എന്താ നമ്മളെ കയ്യിലുള്ളത്? ഇത് മരിച്ചു എന്നിട്ടൊരു എംബാരസ്മെൻറ്റിലേക്ക് എത്തരുത്. പടച്ചോനെ ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത് എന്നൊരു എംബാരസ്മെൻറ്റ് നമ്മൾ പേടിച്ചു പോകരുത്. ഇവിടെ തന്നെ ചെയ്തു പോവുക. അതിപ്പോൾ റമദാൻ വരെ കാത്തിരിക്കേണ്ട. ഇന്ന് രാത്രി തന്നെ തുടങ്ങാം, നാളെ രാവിലെ തന്നെ തുടങ്ങാം. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഈ വേള മുതലായി. നമ്മൾ ഈ ഇരിക്കുന്നത് രക്ഷപ്പെട്ടു. നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മളെ വിചാരണ ചെയ്യുക. നമുക്ക് എത്ര നന്മയുണ്ട്, എത്രയെല്ലാം തിന്മയുണ്ട്, നമ്മളിൽ എത്ര നല്ല ഗുണങ്ങളുണ്ട്, എത്ര മോശപ്പെട്ടതുണ്ട്. ആ മോശപ്പെട്ടതിനെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും? തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്ത് മടങ്ങാം. വല്ലാത്തൊരു അത്ഭുതമല്ലേ, അള്ളാഹു നമുക്ക് തൗബ എന്ന സുഗന്ധം നൽകിയില്ലായിരുന്നെങ്കിൽ പാപത്തിൻ്റെ ദുർഗന്ധം നമ്മൾ നിന്ന് വിട്ടുമാറുമോ? തൗബ ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്തിട്ട് പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒന്നുപോലും മറഞ്ഞു പോകാതെ, ഒന്നുപോലും വിട്ടുപോകാതെ കടുത്ത ഒരു അതിസൂക്ഷ്മമായ വിചാരണക്ക് നിങ്ങൾ വിധേയരാവാൻ പോകുന്നു. ആ വിചാരണക്ക് മുമ്പ് നിങ്ങളെ വിചാരണ ചെയ്യണേ. അല്ലാഹു അമലുകൾ തൂക്കാൻ പോകുന്നു. അതിൻ്റെ മുമ്പ് നിങ്ങളെ തന്നെ ഒന്ന് തൂക്കേണമേ. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ ഇൻദല്ലാഹി അസ്സ വജൽ. അല്ലാഹു അസ്സ വജല്ലയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിചാരണ എളുപ്പമാവാൻ ഇത് കാരണമാണ്. നിങ്ങളെ വിചാരണ ചെയ്യണം. ഫറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഈച്ചപ്പന തോട്ടത്തിൽ കയറി സ്വന്തത്തെ വിളിച്ച് വിചാരണ ചെയ്യുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടത് ഹദീസിലുണ്ട്. ഉമർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ, ബഖിൻ ഉമറേ, നീ അമീറുൽ മുഅ്മിനീൻ ആണല്ലേ, നല്ല കോള്, നീ നല്ല ആളാണ്, നീ ഭയങ്കരനാണ്, നീ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ് അല്ലേ? വല്ലാഹി യാ ഉമർ ലതത്തഖിയന്നല്ലാഹ് ഔ ലയുഅദ്ദിബന്നക, ഉമറേ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ, അല്ലെങ്കിൽ ഉമറേ അല്ലാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ എന്ന് ഈത്തപ്പന തോട്ടത്തിലൂടെ നടന്ന് ഒറ്റയ്ക്ക് ഉറക്ക ശരീരത്തോട് ഒരു രാത്രിയിൽ വിളിച്ചു പറയുന്ന കാഴ്ച മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ഹബീബിന്റെ ഖാദിമായ സ്വഹാബി ആ വഴിയിലൂടെ നടക്കുമ്പോൾ കേട്ടതാണ്. മഹാൻ വെറുതെ നിന്നു. ആരെയാ ഈ വിളിക്കുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ പേരാണല്ലോ ഈ വിളിക്കുന്നത്. ആരാണ് അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ വിളിച്ച് ചീത്ത പറയുന്നത്? ഉമറേ നീ അല്ലാഹുവിനെ പേടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കും. ആരാണ് ഇവരൊക്കെ? സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹു. ഉമറേ അല്ലാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ, ഉമറേ നീ അല്ലാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്ന് സ്വന്തത്തോട് ഉമർ എന്നവരെ വിളിച്ചു പറയുന്നത് ആര് കേൾക്കുന്നു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇസ്ലാം എന്നത് ഈ സംസ്കരണമാണ്. നമ്മൾ കുറേ സയൻസും കുറേ അതും ഇതും പറഞ്ഞിട്ടൊന്നും അല്ല. നമ്മൾ നന്നായെങ്കിലല്ലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അറിയേണ്ടത് തസ്കിയത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മളെ സംസ്കരിക്കുക എന്ന കാര്യമാണ്. ഇത് നടക്കാതെ എന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകളെ പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട്
ദുഃഖിതനായി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു, യാ അബാ ബക്കർ നാഫഖ ഹൻളല, അബൂബക്കറെ, ഞാൻ ഹൻളലത്ത് ഇബ്നു റബീഅ മുനാഫിഖാണ്, ഞാൻ കപടവിശ്വാസിയാണല്ലോ, ഞാനൊരു മുഅ്മിനായിട്ടില്ലല്ലോ അബൂബക്കറെ, എനിക്ക് എന്നെ കുറിച്ച് പേടിയാവുന്നു, ഞാൻ കപടവിശ്വാസിയാണ് അബൂബക്കറെ. ആരായി പറയുന്നത്? ഹബീബിന്റെ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാദാക്, എന്തുകൊണ്ടാണ് ഹൻളല നിങ്ങൾ അങ്ങനെ പറയുന്നത്? കപടവിശ്വാസിയോ മുനാഫിക്കോ? അതിന് മാത്രം എന്ത് ചെയ്തു നിങ്ങൾ? അകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാൽ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു മനോഹരമായ അവസ്ഥയിലാണ്. അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, സ്വർഗത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, നരകത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, ആഖിറത്തെക്കുറിച്ച്, ദുനിയാവിനെ കുറിച്ച്, ശരീഅത്തിനെ കുറിച്ച്. ഈ അറിവുകളെല്ലാം കേൾക്കുമ്പോൾ എന്ത് രസമാണ്, എന്ത് ആനന്ദമാണ്, എന്തോ ഒരു അനുഭൂതിയാണ്. സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കണ്ണിൽ കാണുന്ന പോലെ, അല്ലാഹു ജല്ല ജലാലുവിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ. പക്ഷെ സിദ്ദീഖേ, എന്ത് കാര്യം? ഹബീബായ തങ്ങളുടെ വാള് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയാൽ, നബി തങ്ങളുടെ മജ്ലിസിൽ നമ്മൾ പുറത്തേക്ക് പോയാൽ, ഫഇദാ ദഹബനാ മിൻഹു ആസഫന അൽഔലാദ് വൽഅസ്വാജ് വൽളയാത്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളായി, ഭാര്യമാര്, നമ്മുടെ കച്ചവടം, തൊഴില്, നമ്മുടെ കൃഷിസ്ഥലങ്ങള്, വനസീനാ കസീറാ, പിന്നെ നമ്മൾ ഇതൊക്കെ മറന്നു പോവുകയാണ്. കച്ചവടത്തിൽ ഇറങ്ങുമ്പോൾ ഇത് ഓർമ്മ വരുന്നില്ല. വീട്ടിലെത്തി മക്കളുടെ കൂടെ കളിക്കുമ്പോൾ ആഖിറം മറന്നു പോകുന്നു, പരലോകം ഓർമ്മ വരുന്നില്ല, നരകം ഓർമ്മ വരുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കപടവിശ്വാസമല്ലേ? നമ്മുടെ ഈമാൻ എത്ര ദുർബലമാണ് അബൂബക്കറെ, ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് വന്ന് പരാതി പറയുന്നത്. ഇതൊരു ആത്മവിമർശനമാണ്. നമ്മളെപ്പറ്റി ആലോചിക്കേണ്ടത്, നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മളെപ്പറ്റി ആളുകൾ പലതും പറയുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാണ്ടങ്ങ് പുകഴ്ത്തി, വല്ലാണ്ടങ്ങ് പൊക്കി പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അല്ലാഹുമ്മ ലാ തഫ്തിന്നി ബിമാ യഖൂലൂൻ വജ്അൽനി ഖൈറൻ മിമ്മാ യദുന്നൂൻ വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ. അല്ലാഹുവേ, ഇവരൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ പടച്ചവനെ, നീ എന്നെ ഫിത്നയിലാക്കരുതേ റബ്ബേ. അല്ലാഹുമ്മ ലാ തഫ്തിന്നി ബിമാ യഖൂലൂൻ, അവരെന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് എനിക്ക് തോന്നൽ വന്നു പോകുമോ? പടച്ചവനെ കാക്കണേ, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ റബ്ബേ. വജഅൽനി ഖൈറൻ മിമ്മാ യദുന്നൂൻ, അവരെന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതിലേറെ നല്ല ആളായ റബ്ബേ നീ എന്നെ മാറ്റിത്തരേണമേ. വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ, എന്നെക്കുറിച്ച് അവരറിയാത്ത എൻ്റെ തെറ്റുകളുണ്ടാകും റബ്ബേ, അതെനിക്ക് നീ പുറത്തു തരേണമേ. ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അഹങ്കാരവും അഹംഭാവവും വന്നു പോകാതെ കിബറും റിയാവും സുംഅത്തും ഇജാബും ബിൻ നഫ്സും ഇജാബും ബിർ റഅയും ഇതൊന്നും വരാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതൊരു വലിയ അപകടമാണ്, ഗുരുതരമായ അപകടമാണ്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, സ്റ്റേജിൽ കയറുന്നവർ, പൊതുരംഗത്തുള്ളവർ, ഒരല്പം പ്രശസ്തിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, വലിയ ദുരന്തമാണ്. നമ്മൾ ഏറ്റവും പേടിക്കേണ്ട വിഷയമാണത്. ആളുകൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല, നമുക്കറിയാം. പടച്ചവനെ, അതിനേക്കാളും നമ്മൾ ഹൈറാക്കി തരയണമേ. പിന്നെ ആളുകൾ ഇങ്ങനെ അവർ കാണുന്ന നന്മയല്ലേ പറയുള്ളൂ. അവരറിയാത്ത തെറ്റുകൾ എനിക്കുണ്ട് റബ്ബേ, ആ തെറ്റ് നീ എനിക്ക് പുറത്തു തരയണമേ. പിന്നെ പറയാ, അവരാ പറയുന്നത് കൊണ്ടൊന്നും റബ്ബേ എന്നെ നീ ഫിത്നയിലാക്കരുതേ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരരുതേ പടച്ചവനെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു നാഫഖ ഹൻളല മുനാഫിഖായോ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയാൻ വന്നിരിക്കുകയാണ്. എന്താ പരാതി? ഞാൻ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ഈ വാളിന്റെ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ നമ്മൾ വീട്ടിലെത്തിയാൽ ഇങ്ങനെ ചിന്തിക്കുമോ? ഇല്ല, പറ്റുന്നില്ല, അല്ലേ? നമ്മൾ മറന്നുപോകും. അങ്ങനെ വരുന്നത് കപടവിശ്വാസമല്ലയോ? സിദ്ദീഖ് നിങ്ങൾ പറഞ്ഞു, ഹൻളല, നിങ്ങൾ അങ്ങനെ കരയില്ലേ,
നമുക്ക് രണ്ടുപേർക്കും പോകാം ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കടന്നു പോകാം. ഹബീബിനോട് ചെന്ന് ചോദിക്കാം. വജാഊ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ അല്ലാഹുവിന്റെ റസൂലിനോട് രണ്ടുപേരും വന്ന് പരാതി പറഞ്ഞു. നബിയെ, ഹൻളല ഇങ്ങനെ പറയുന്നുണ്ട്. നബിയെ, എന്താണ് അതിന്റെ നിജസ്ഥിതി? എന്താണ് ഞങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടത്? ലൗ തകൂനൂന അലാ കുല്ലി ഹാലിൻ കമാ തകൂനൂന ഇൻദി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ ലൗ തകൂനൂന അലാ കുല്ലി ഹാലിൻ കമാ തകൂനൂന ഇൻദി, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെയുള്ള ആധ്യാത്മികമായ പ്രകാശപൂരിതമായ ഹൃദയവിശുദ്ധിയിലാണ് നിങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത് എങ്കിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ, കൃഷിയിടങ്ങളിലെത്തിയാൽ, കച്ചവടത്തിലെത്തിയാൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നല്ലേ ഹൻളല നിങ്ങൾ പറയുന്നത്? എന്നാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെ ജീവിതം മുഴുവനും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും, നിങ്ങളുടെ ബെഡുകളിൽ, നിങ്ങളുടെ വിരിപ്പുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിങ്ങൾക്ക് കൈതന്ന് മുസാഫഹത്ത് ചെയ്യും. നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈപിടിച്ച് സലാം പറയും. പക്ഷേ അങ്ങനെ ഒരേ ലെവലിൽ എല്ലാ സമയത്തും നിലകൊള്ളാൻ ഹൻളല കഴിയില്ലല്ലോ. വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ, ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കണം. ആഖിറത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കണം. എപ്പോഴും ആഖിറത്തിന്റെ വിഷയത്തിൽ മാത്രം ചിന്തിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ദുനിയാവിന്റെ വിഷയങ്ങളിൽ, കച്ചവടത്തിന്, കൃഷിയിടങ്ങളിൽ, മക്കൾ, കുടുംബത്തിന് സമയം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം, ആഖിറത്തിന് വേണ്ടി മറ്റൊരു സമയം. അങ്ങനെ നിങ്ങളുടെ സമയത്തിൽ ഒരൽപ്പം നിങ്ങൾ ദുനിയാവിന് വേണ്ടി മാറ്റിവെക്കുന്നത് കൊണ്ട് വിരോധമില്ല ഹൻളല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. തിന്മകളല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്, നന്മയല്ലേ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മനോഗതി പോലെ, ആ ഒരു ചിന്ത പോലെ, ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര വലിയ പരാതിയായി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് സലാം പറയും, കൈപിടിച്ചിട്ട്. നിങ്ങളുടെ വഴികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയും. ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും, നിങ്ങൾ പോകുന്ന വഴികളിൽ മലക്കുകൾ വന്ന് സലാം പറയും. കാരണം അത് മലക്കുകളുടെ ജീവിതമാണ്. നമുക്ക് അത്രയ്ക്ക് നമ്മളെ കൊണ്ടാവില്ലല്ലോ. കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ വിഷയം ഹൻളല റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ സ്വന്തത്തെ നിരൂപിച്ചു എന്നതാണ്. പടച്ചോനെ, ഞാനിപ്പോൾ പഴയ പോലെ നിസ്കരിക്കുന്നുണ്ടോ? പഴയ പോലെ എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ എനിക്ക് ദിക്ർ ചൊല്ലാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ വൈജ്ഞാനിക സദസ്സുകളിലെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസുകളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോൾ സ്വതക്ക ചെയ്യുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മളെപ്പറ്റി വിചാരണ ചെയ്താൽ നാളത്തെ വിചാരണ എളുപ്പമാവും. അല്ലാഹു നാളത്തെ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. സലഫു സ്വാലിഹീങ്ങളിലെ വലിയ ആബിദീങ്ങളിൽപ്പെട്ട മഹാനാണ് മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. സ്വഹാബിയാണ് വാപ്പ. മഹാനായ മത്റഫ് എന്നവർ താബിഈയാണ്, വലിയ ആബിദാണ്. മഹാനായ മത്റഫ് തങ്ങള് അറഫയിൽ വന്നപ്പോൾ, അറഫ മൈതാനം, അല്ലാഹു നമുക്കൊക്കെ ഹജ്ജിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഹജ്ജ് ചെയ്ത ആളുകളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ, ഉംറയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. اللهم ارزقنا حجا مبرورا وعمرة مقبولة وزيارة لنبيك صلى الله عليه وسلم مرارا. ഒരുപാട് തവണ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒരുപാട് ഉംറയും ഹജ്ജും ചെയ്യാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഹാനായ മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ അറഫയിൽ വന്ന് നിൽക്കുമ്പോൾ, അറഫ മൈതാനം ദുൽഹിജ്ജ 9-ന് അറഫ ദിനം മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ സദസ്സിൽ നിന്നുകൊണ്ട് മത്റഫ് എന്നവർ പറഞ്ഞ വാക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ലാ തറുദ്ദ ഹാദൽ ജംഅ കുല്ലഹു മിൻ അജലി. പടച്ചവനെ, ഇത്രയായിരം ആളുകൾ ഹജ്ജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ഹജ്ജ് ചെയ്യാൻ വന്ന ആളുകളെ റബ്ബേ, ഞാൻ ഒരാൾ കാരണം
ഞാനൊരു പാപിയായ മനുഷ്യൻ ഇവിടെ വന്നത് കാരണം ഇവരാർക്കും പുറത്തു കൊടുക്കാത്ത ഒരവസ്ഥ വരരുത് റബ്ബേ. നീ ഞാൻ കാരണം ഇവരാരെയും ഖായിബാക്കി മടക്കരുതേ എന്ന് മഹാനായ മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തത്തെ നിരൂപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവരൊക്കെ? വലിയ ആബിദീങ്ങളാണ്. അവരുടെ ഇബാദത്ത് മഹാനവറുകൾ എപ്പോഴും അവിടുത്തെ കൂഫയിലെ ജുബ്ബാനയിൽ പോകുന്ന ഒരു ചരിത്രമുണ്ട്. കൂഫയിലെ വലിയൊരു ഖബർസ്ഥാനുണ്ട്. അവിടെ ചെന്ന് എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ടാ പോവുക. ആ ഒരു പ്രാർത്ഥന ഒരു ദിവസം തണുത്ത രാത്രിയിൽ മഹാനവറുകൾ അന്ന് ഐസ് പെയ്യുന്ന പോലെ തോന്നിയപ്പോൾ പോകാൻ പറ്റിയില്ല. അന്ന് രാത്രി സ്വപ്നം കണ്ടു മഹാനായ മത്റഫ് റഹ്മത്തുള്ളാഹി അലൈഹി, ലിമ ഹറംതന, എന്തേ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്ന ആ ഒരു നന്മ നിങ്ങൾ എന്തേ ഞങ്ങൾക്കിന്ന് തരാതെ പോയത്, എന്തേ നിങ്ങൾ ഞങ്ങളൊന്ന് സിയാർത്ത് ചെയ്യാതെ പോയത് എന്ന് അവിടെ കിടക്കുന്ന അംവാത്തുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ മഹാനവറുകളോട് പരാതി പറയുന്നത് ഈ മഹാനെ കുറിച്ചാണ്. അത്രയും വലിയ ആബിദാണ് മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഈ അറഫ മൈതാനം പടച്ചവനെ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്, ഞാൻ കാരണം നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കരുത് കേട്ടോ പടച്ചവനെ, ഞാൻ കാരണം ഇവരെ നീ നിരാശരാക്കി മടക്കരുതേ യാ അല്ലാഹ്. മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവേ ലമ്മാ നളർതു ഇലാ അഹ്ലി അറഫാത് ളനൻതു അന്ന അല്ലാഹ ഗഫറ ലഹും ലൗലാ അന്നി കുൻതു ഫീഹിം. അറഫയിൽ ഇങ്ങനെ നോക്കുമ്പോ പടച്ചവനെ ആയിരക്കണക്കിന് ആളുകൾ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് നാവുകളിൽ ദിക്റിന്റെ മന്ത്രവുമായി അറഫയിൽ നിൽക്കുകയാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരി യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കഅബാലയത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് സഫാ കുന്നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരേണമേ എന്ന് ക്ഷണിച്ച ആ ക്ഷണത്തിന് ഉത്തരം കിട്ടിയവരാണ് ഹജ്മാർ. അള്ളാഹുവിന്റെ അതിഥികളാണ് അള്ളാഹുവിന്റെ അതിഥികളായി പോകുന്നവരെ. ആ അതിഥികൾ അവിടെ എത്തുമ്പോ മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി തങ്ങള് അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, റബ്ബേ എന്റെ രക്ഷിതാവായ അള്ളാഹുവേ, ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അറഫയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നിച്ച് നീ മഗ്ഫിറത്ത് കൊടുക്കുമായിരുന്നു അല്ലേ, ഞാനുള്ളത് കൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കുമോ? യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് കച്ചവടക്കാരനാണ്, പക്ഷേ അതിസൂക്ഷ്മമായ കച്ചവടം ചെയ്ത മഹാൻ. യൂനുസ് ഇബ്നു ഉബൈദ് എന്ന് പറയുന്നു, വല്ലാഹി ലാ ഉദ്ദു മിഅത ഖസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈർ മാ അലമു ഫീ നഫ്സി വാഹിദതൻ മിൻഹാ. അല്ലാഹുവേ, സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളും സജ്ജനങ്ങളുടെ ഗുണങ്ങളും 100 ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ, ഞാൻ എൻ്റെ കൈകൾ എണ്ണി നോക്കുമ്പോൾ അതിലൊന്നുപോലും എന്നിലില്ലല്ലോ പടച്ചവനെ. 100ഓളം മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ അതിലൊന്നുപോലും എന്നിൽ കാണാനില്ലല്ലോ എന്ന് പരിതപിച്ച് സ്വന്തം ശിഷ്യന്മാരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ മഹാനാണ് യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ്. മഹാന്റെ ഒരുപാട് ചരിത്രം മഹാനായ അബു ഹാമിദ് അൽ ഗസാലി തങ്ങൾ യഹ്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് തങ്ങൾ ഇബ്നു അബീ മുലൈക ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ 30ഓളം സ്വഹാബിമാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാ ഫീഹിം വാഹിദുൻ ഇല്ലാ യഖാഫു നിഫാഖ അലാ നഫ്സിഹി. ഞാൻ കണ്ട ഇബ്നു അബീ മുലൈക താബിഇയാണ്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ നബിയുടെ സ്വഹാബിമാർ, കമ്പാനിയൻസ് ഓഫ് ദി മെസ്സഞ്ചർ. ആ ഒരു നബി തങ്ങളുടെ സ്വഹാബിമാരുടെ ജനറേഷൻ, അതിൽപ്പെട്ട 30 ആളുകളെ എനിക്ക് അടുത്ത് പരിചയമുള്ളവരാണ്. 30 സ്വഹാബിമാർ. 30 പേരിൽ ഓരോരുത്തരും ഞാൻ മുനാഫിഖാണോ, ഞാൻ കപടവിശ്വാസിയാണോ എന്ന് സ്വന്തത്തെക്കുറിച്ച് എപ്പോഴും പേടിക്കുന്നവരായിരുന്നു. അവരിൽ ആരും അവരിൽ ആരും പറയാറില്ല ഇന്ന ഈമാനഹു കഈമാനി ജിബ്രായീല വമീകായീല വഇസ്റാഫീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈമാനാ എനിക്കുള്ളത്, അല്ലെങ്കിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മീകായീൽ അലൈഹിസ്സലാമിന്റെ ഈമാനാ എനിക്കുള്ളത് എന്ന് ഈ 30 സ്വഹാബിമാരിൽ ഒരാളും പറയുമായിരുന്നില്ല. അവരൊക്കെ പറയുമായിരുന്നത് എൻ്റെ ഈമാനിൽ പെശകുണ്ടോ, എൻ്റെ ഈമാനിൽ കാപട്യം കലർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന സ്വഹാബിമാരാണ് 30 പേരും. ഞാൻ പരിചയപ്പെട്ടവരെ സ്വഹാബിമാര് പോലും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഇനി നോക്കേണ്ടതില്ല അങ്ങനെ പറയരുത്.
ത്വരീഖത്തുകൾ ഒരുപാട് ഖൈറായ ത്വരീഖത്തുകളുണ്ട്. നല്ലത് കിട്ടിയാൽ ഭാഗ്യം. ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം പിന്നെ സ്വർഗത്തിന്റെ കാര്യം അവർ ഏറ്റെടുത്തു. അങ്ങനെ മനസ്സിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അത് ചെയ്യരുത് എന്ന് ആലിമീങ്ങൾ പറയാം. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്നെ ത്വരീഖത്തിന്റെ വിഷയങ്ങൾ പരാമർശിച്ചിടത്ത് ശറഇന്റെ വിവക്ഷ എങ്ങനെയാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. എന്താണ് ത്വരീഖത്ത്? ഒരിക്കലും നമ്മുടെ ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സ്വഹാബിമാർ ഈ 30 പേര്, ഇബ്നു അബീ മുലൈക തങ്ങൾ പറയാം, ഞാൻ കണ്ട 30 സ്വഹാബിമാർ പേടിച്ചിട്ടാണ് ജീവിച്ചത്. എൻ്റെ ഈമാൻ പോകുമോ? അവരാർക്ക് കൈ കൊടുത്തവരാ? ആരെ ബൈഅത്ത് ചെയ്തവരാ? അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണം നമ്മുടെ ഈമാൻ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമോ, അതിൽ കാപട്യം വന്നു പോകുമോ എന്ന് നമ്മളെ തെറ്റിദ്ധരിക്കണം. തുഹ്മത്തുൻ നഫ്സ്, നമ്മളെ പറ്റി തെറ്റിദ്ധരിക്കണം എന്നാണ്. പടച്ചവനെ, ഞാൻ നല്ല ആളല്ലല്ലോ, എനിക്ക് കുറവുകളുണ്ടല്ലോ റബ്ബേ, എനിക്ക് ന്യൂനതകളുണ്ട്, എനിക്ക് തിരുത്തേണ്ട ഒരുപാട് തെറ്റുകൾ എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടവരാണ്. സ്വഹാബിമാരിൽ 30 പേരെ ഞാൻ പരിചയപ്പെട്ടപ്പോ 30 ആളുകളും ലഖദ് അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻഹും വാഹിദുൻ ഇല്ലാ വയഖാഫു അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ പരിചയപ്പെട്ട 30ഓളം സ്വഹാബിമാർ തനിക്ക് നിഫാഖുണ്ടോ, കാപട്യമുണ്ടോ എന്ന് ഭയപ്പെടുന്നവരായിരുന്നു. അതിൽ ഒരാൾ പോലും എൻ്റെ ഈമാൻ ജിബ്രീൽ തങ്ങളുടെ, മീകായിൽ തങ്ങളുടെ, ഇസ്രാഫീൽ അലൈഹിസ്സലാം അലൈഹിമുസ്സലാം അവരുടെ ഈമാൻ പോലെയാണ് എൻ്റെ ഈമാൻ എന്ന് ഒരാളും പറയാറില്ല. അതായത് ആത്മവിമർശനം ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. ഇത് നമ്മൾ ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം ഇതാണ്. ആത്മവിമർശനം നമ്മളെ ചെയ്യാം. മറ്റൊരാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഒരു ഗുണകാംക്ഷയോടുകൂടെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യാം. മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഖുതൈബത്ത് ഇബ്നു മുസ്ലിം തങ്ങളുടെ ചൈനയിലേക്ക് വരെ കടന്നു പോകുന്ന ധർമ്മസമരങ്ങളിൽ കൂടെ നിന്ന മഹാനാണ് താബിഈയായ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകളെ ജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിയപ്പോൾ അവർ രോഗിയായി കിടക്കുകയാണ്. വമാ യുഗ്നി അന്നി മാ യഖൂലുഹു നാസ്, ജനങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഉപകാരം കിട്ടാനാണ്? ഇദാ ഉഖിദ ബിയദയ്യ വരിജ്ലയ്യ വദുഹിബ ബി ഇലന്നാർ, എൻ്റെ 2 കൈകളും എൻ്റെ 2 കാലുകളും കൂട്ടിപ്പിടിച്ച് അല്ലാഹു എന്നെ നരകത്തിലേക്ക് എറിയുകയാണെങ്കിൽ ഈ ജനങ്ങൾ പറയുന്ന മദ്ഹ് കൊണ്ട് എന്തുപകാരം എനിക്ക് ലഭിക്കാനാണ്? ജനങ്ങളെ പൊക്കി പറയുന്നതോ തക്ബീർ ചൊല്ലുന്നതോ ഇതൊക്കെ നാളെ അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ എന്തുപകാരം ചെയ്യുമെന്ന് ആരായി പറയുന്നത്? താബിഈങ്ങളുടെ സയ്യിദും മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട നേതാവാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആ മഹാനെ കുറിച്ചാണ് ഖുതൈബ തങ്ങൾ പറയാറുള്ളത്. യുദ്ധം നടക്കുമ്പോൾ രാത്രി ക്യാമ്പിലൂടെ അങ്ങനെ നടക്കും. ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി തങ്ങളെ എന്നിട്ട് ചോദിക്കും, അയിന മുഹമ്മദ് ഇബ്നു വാസിഅ, മുഹമ്മദ് ഇബ്നു വാസിഅ എവിടെ? മുഹമ്മദ് ഇബ്നു വാസിഅ തങ്ങൾ എവിടെ? അപ്പോൾ ആരോ പറയും അവിടെ ഉണ്ട്. അപ്പോൾ പോയി നോക്കും. എന്താ അവർ ചെയ്യുന്നത്? ഉറങ്ങാണോ അതോ ഇരുന്ന് നിസ്കരിക്കുകയാണോ ദ്വായരക്കാണോ എന്ന് നോക്കാനായി പോകുന്നത്. മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മഹുല്ലാ അവിടെ ഇരുന്ന് ആകാശത്തേക്ക് കൈയുയർത്തി അല്ലാഹുവിനോട് ദ്വായരക്കുന്ന കാഴ്ച കാണുമ്പോൾ മഹാനായ ഖുതൈബ തങ്ങൾ തിരിച്ചു വന്നുകൊണ്ട് ക്യാമ്പിൽ വന്ന് പറയും, ഇനി എനിക്കല്പം ഉറങ്ങാൻ, ഇനി ഒരൽപ്പം എനിക്ക് ഉറങ്ങാം, ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ. വല്ലാഹി ല ഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഇൻ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ തുരീരിൻ വ അൽഫി സൈഫിൻ ഷഹീർ. 1000 മൂർച്ചയുള്ള വാളുകളും 1000 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും എനിക്ക് സൈന്യത്തിന് സഹായമായി ലഭിക്കുന്നതിനേക്കാളും വലുത് മുഹമ്മദ് ഇബ്നു വാസിഇന്റെ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ്. ആ പ്രാർത്ഥന മതി എനിക്ക്. ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ ജയിക്കും. ആ പ്രാർത്ഥന കൊണ്ട് നാളെ അല്ലാഹു വിജയം തരും. അങ്ങനെ പറഞ്ഞിരുന്ന മഹാനാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി. ആ മഹാനെ കുറച്ച് ആളുകൾ കൂടി പുകഴ്ത്തിയപ്പോ മഹാൻ പറഞ്ഞ വാക്കാണ്, വമാ യുഗ്നി അന്നി മാ യഖൂലുഹു നാസ്, ജനങ്ങൾ എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് എന്ത് ഉപകാരപ്പെടാനാണ്? അല്ലാഹു ഇദാ ഉഖിദ ബിയദയ്യ വരിജ്ലയ്യ വദുഹിബ ബി ഇലന്നാർ, എൻ്റെ 2 കൈയും 2 കാലും പിടിച്ചു കെട്ടി എന്നെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുകയാണെങ്കിൽ ജനങ്ങളുടെ ഈ പ്രശംസ എനിക്ക് ഉപകാരപ്പെടുമോ? ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ എന്നെപ്പറ്റി പേടിക്കുന്നു എന്ന് പറഞ്ഞ മഹാൻ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആത്മവിമർശനം എന്നത് ഒരു സത്യവിശ്വാസിയുടെ ആദ്യത്തെ ഗുണമാണ്. വലൈസല്ലദീ ബൈനി വബൈനക ആമിറു
وبيني وبين العالمين خراب إذا صح منك الود إذا صح منك الود فالكل هين وكل الذي فوق التراب تراب إذا صح منك وليت الذي بيني وبينك عامر അല്ലാഹുവേ ഞാനും നീയും തമ്മിലുള്ള ആ ഒരു ബന്ധം നന്നായാൽ മതിയായിരുന്നു വബൈനല്ലദി വബൈനി വബൈനൽ ആലമീന ഖറാബു ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഇനി മോശമായാൽ തന്നെയും അവർക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ തന്നെയും അല്ലാഹുവേ നീ എന്നെ ഇഷ്ടപ്പെടണമേ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു വലൈസല്ലദീ ബൈനീ വബൈനക ആമിറു വബൈനീ വബൈനൽ ആലമീന ഖറാബു ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ وفوق الذي وكل الذي فوق التراب تراب മനോഹരമായ വരികൾ. അല്ലാഹുവേ എനിക്കും നിനക്കും ഇടയിലുള്ള ബന്ധം സുദൃഢമാവുകയാണെങ്കിൽ, ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ദുർബലമാണെങ്കിലും ഞാനും നീയും തമ്മിലുള്ള ബന്ധം സുദൃഢമാണെങ്കിൽ എത്ര നന്നായിരുന്നു. നിന്റെ സ്നേഹം സത്യസന്ധമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ കുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബു ഭൂമിക്ക് മുകളിലുള്ള മുഴുവനും ഞാൻ മണ്ണിന്റെ വിലയെ കൊടുക്കുന്നുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ഭൂമിക്ക് മുകളിലുള്ളതിന് ഞാൻ മണ്ണിന്റെ വിലയെ കൊടുക്കുന്നുള്ളൂ. എനിക്ക് കൊട്ടാരവും വേണ്ട, പണവും വേണ്ട, പത്രാസും വേണ്ട. റബ്ബേ നിന്റെ സ്നേഹം എനിക്ക് ആ തെളിമയാർന്ന മഹബത്ത് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് മതി. ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്തോ ആയിക്കോട്ടെ. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനു തലക്ക് പ്രേമം തലക്ക് കയറിയപ്പോ പാടിയ ഒരു കവിതയായിരിക്കാം ഇത്. പക്ഷേ അതിനൊരു ആത്മീയ വശമുണ്ട് എന്ന് മഹാന്മാർ ഉദ്ധരിക്കാറുണ്ട് ഈ വരികളെ. വലൈസല്ലദീ ബൈനീ വബൈനക ആമിറു വബൈനീ വബൈനൽ ആലമീന ഖറാബു ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ വകുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബു. നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തണം എന്നൊരു മോഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളും വേദനയും മുറിവുകളും, ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഒരു കണ്ണുചിമ്മലോടുകൂടെ ഒരു അന്ത്യശ്വാസത്തിലൂടെ അവസാനിക്കുമ്പോൾ അല്ലാഹുവേ ആയുസ് അവസാനിക്കാത്ത, വാർദ്ധക്യം വരാത്ത, സൗന്ദര്യം തീർന്നു പോകാത്ത ഒരു ലോകത്തേക്കല്ലയോ നീ ഞങ്ങളെ വിളിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നമ്മൾ വിളിക്കുന്നത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ ആ സമാധാനം കിട്ടൂല. വീട്ടിൽ മോളെ കല്യാണം നടക്കുകയാണ്, ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തോന്നും. 2 ദിവസം കഴിഞ്ഞാൽ പന്തലർക്ക് പൈസ കൊടുക്കണം, ഭക്ഷണക്കാർക്ക് പൈസ കൊടുക്കണം, അവരെ പിരിച്ചുവിടണം, ഇവരെ പിരിച്ചുവിടണം. പിന്നെ കുറെ കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയവിടെ പരാതി. ഞങ്ങൾ ലിസ്റ്റിട്ടാലും 4 ആളെ മറക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അവരുടെ വക ചില കമൻറ്റുകൾ വരും. അപ്പോൾ ഭയങ്കര ആ ഒരു സന്തോഷമൊക്കെ പിന്നെ തീർന്നു. വേണ്ടില്ലായിരുന്നു എടി, കല്യാണം നടത്തണ്ടായിരുന്നു എന്ന് ഭാര്യയോട് പറയും. പിന്നെ എന്തേ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കുറച്ചേ ഉള്ളൂ ദുനിയാവിൽ, ബാക്കി അധികവും സങ്കടമാണ്, അല്ലേ? യാ അല്ലാഹ്, അതുകൊണ്ട് അല്ലാഹു നമ്മളെ വിളിക്കുന്നത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ഇവിടുത്തെ ഒരു തിന്മ കൊണ്ട് നാളെ പരലോകത്തിൻ്റെ നിഅമത്ത് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇവിടുത്തെ ഒരു ആനന്ദം കൊണ്ട് നാളെ പരലോകത്തിൻ്റെ ഇറ്റേണൽ ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദം നഷ്ടപ്പെടാതിരിക്കട്ടെ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ആത്മവിമർശനം ചെയ്തുകൊണ്ട് നമ്മളെ ശരിയാക്കിയെടുക്കുന്നത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊരു വസ്ത്രം അണിയുമ്പോൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, ഇത് രസമുണ്ടോ, ഇത് ഭംഗിയുണ്ടോ, ഇതെനിക്ക് ചേർന്നിട്ടുണ്ടോ, ഇതിൻ്റെ സ്റ്റിച്ചിങ് നന്നായിട്ടുണ്ടോ എന്ന് തൊട്ടടുത്ത കൂട്ടുകാരിയോട് ചോദിക്കുന്ന പോലെ എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശത്തരങ്ങളുണ്ടോ, എൻ്റെ ഇബാദത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, ഞാനും അല്ലാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, എൻ്റെ സുബ്ഹി നിസ്കാരം കൃത്യമായി നടക്കുന്നുണ്ടോ, എൻ്റെ തഹജ്ജുദ് എങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ നാവിൽ ദിക്ർ വരുന്നുണ്ടോ,
എൻ്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ വന്നു കയറുന്നുണ്ടോ? എൻ്റെ ആത്മാവ് പരിശുദ്ധമാണോ, ശുദ്ധിയുള്ളതാണോ? എൻ്റെ സ്വഭാവം നന്നായിട്ടുണ്ടോ? എൻ്റെ വാക്കുകളിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് വിചാരണ ചെയ്യുക. അതിനാണ് മുഹാസബത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിരാശപ്പെടാനല്ല. പുണ്യനബി തങ്ങൾ പറയുമായിരുന്നു, കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കൾ ഓരോരുത്തരും അമ്പിയാക്കന്മാരൊഴികെ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയോ? തെറ്റ് ചെയ്യുന്നവരിൽ നല്ലവരോ? തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാ? അത്തൗവാബൂൻ. തൗബ ചെയ്ത് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് തിന്മ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര്. നമ്മളൊക്കെ അത് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കളെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. തിന്മകൾ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവര് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. ഒരു ദിവസം നമ്മളെ കാത്തിരിക്കുകയാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും. അവരവരുടെ നാവുകൾ തന്നെ അവർക്കെതിരായി സാക്ഷി പറയും. വഅയ്ദീഹിം വഅർജുലുഹും. അവരുടെ കൈകളും അവരുടെ കാലുകളും ബിമാ കാനൂ യഅമലൂൻ. ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെക്കുറിച്ച് നാട്ടുകാരല്ല പറയുന്നത്, കൂട്ടുകാരല്ല പറയുന്നത്, സ്വന്തം ശരീരം തനിക്കെതിരെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്ന് സൂറത്തുൽ ഫുസ്സിലത്ത് 22-ാമത്തെ ആയത്ത്. വയഖൂലുൽ അശ്ഹാദ് ഹാഉലാഇ അല്ലദീന കദബൂ അലാ റബ്ബിഹിം അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. മാലാഖമാർ സാക്ഷികളായി വിസ്തരിക്കപ്പെടുമ്പോൾ അവർ പറയും, ഹാഉലാ, അല്ലാഹുവേ ഈ കൂട്ടരാണ്, അല്ലദീന കദബൂ അലാ റബ്ബിഹിം, അല്ലാഹുവിനെ കുറിച്ച് നുണ പറഞ്ഞവർ, പടച്ചവനില്ല എന്ന് പറഞ്ഞവരാണ് റബ്ബേ ഇവർ. നാസ്തികവാദം പറഞ്ഞവരായിരുന്നു റബ്ബേ ഇവർ. നിന്റെ അസ്തിത്വം നിഷേധിച്ചവരാണിവർ. നിന്റെ അസ്തിത്വം നിഷേധിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, പേജുകൾ ഉണ്ടാക്കി, ആളെക്കൂട്ടി നിന്നെ കളിയാക്കി ചിരിച്ച് ആർത്തട്ടഹസിച്ചവരായിരുന്നു റബ്ബേ ഇത്. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. പടച്ചവനെ, ഞങ്ങൾ അവരെ ശപിക്കട്ടെയോ? നിന്നെക്കുറിച്ച് മോശം പറഞ്ഞ ഈ ആളുകളെ ഞങ്ങൾ ശപിക്കുകയാണ് റബ്ബേ എന്ന്. വയഖൂലുൽ അശ്ഹാദ്, നാളെ മാലാഖമാര് പറയും എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദിൽ അല്ലാഹു പറയുകയാണ്. നാളെ തിന്മകൾ വിസ്തരിക്കപ്പെടുന്ന ദിവസമാണ്. വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രികീൻ യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء. അല്ലാഹു നാളെ വിസ്തരിച്ചുകൊണ്ട് കുറ്റവാളികളെ, തിന്മ ചെയ്തവരെയും നന്മ ചെയ്തവരെയും അല്ലാഹു വേർതിരിക്കുകയാണ്. അവിടെ വെച്ചവരെ സത്യം ചെയ്ത് പറയും. ദുന്യാവിൽ സത്യം ചെയ്ത് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തത് ന്യായമാണ് എന്നവർ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ അതിൽ ഇടപെട്ടുകൊണ്ട് അവരെ നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആ ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനേ. മുഅ്മിനീങ്ങളെ അല്ലാഹു വിചാരണ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് നജ്വ എന്ന് പറയാ. നജ്വ എന്നതാണ് മുഅ്മിനീങ്ങളുടെ വിചാരണ. നജ്വയാണ്. യുഖർറിറുല്ലാഹു അബ്ദഹുൽ മുഅ്മിൻ ബിദുനൂബിഹി ഫയുദ്നി. മുഅ്മിനീങ്ങളായ ആളുകളെ മനസ്സിനുള്ളിൽ അല്ലാഹുവിനെ വിശ്വസിക്കുകയും പുണ്യനബി തങ്ങൾ അല്ലാഹുവിൻ്റെ തിരുദൂതരാണ് എന്ന മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ആളുകളെ, അവർ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിനറിയാം. അരികത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹു തിന്മകളുടെ റെക്കോർഡുകൾ കാണിച്ചു കൊടുത്ത് ചോദിക്കും, ഇത് നീ ചെയ്തതല്ലയോ? അമിൽത കദാ വകദാ ഫീ യൗമി കദാ വകദാ, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ലായിരുന്നോ? പറയും, നഅം റബ്ബേ, നഅം, അതെ അതെ അതെ. നിനക്കെന്തെങ്കിലും നിഷേധിക്കാനുണ്ടോ? ഇല്ല റബ്ബേ, നിഷേധിക്കാനില്ല, ഞാൻ ചെയ്തത് തന്നെ.
എന്റെ മലക്കുകൾ നിന്നോട് അനീതി ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്ത നന്മകൾ എന്റെ മലക്കുകൾ എഴുതാതെ പോയിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്യാത്തത് നിന്റെ മേൽ എന്റെ മലക്കുകൾ ആരോപിക്കുന്നുണ്ടോ? ഇല്ല റബ്ബേ. നിനക്ക് എന്തെങ്കിലും ന്യായമോ ഒരു എക്സ്ക്യൂസോ എന്നോട് പറയാനുണ്ടോ? ഇല്ല റബ്ബേ, എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ ഫയഖൂലുല്ലാഹു അസ്സ വജൽ യാ അബ്ദീ, എന്റെ ദാസനെ, അന സതർതുഹാ അലൈക ഫിദ്ദുനിയാ, ദുനിയാവിൽ ആരും അറിയാതെ ആരോടും പറയാതെ ഞാൻ നിനക്കത് മറച്ചു വെച്ചു. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഞാൻ നിനക്ക് നിരുപാധികം മാപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞു സുമ്മ യുഅതാ കിതാബു ഹസനാതിഹി ബിയമീനി, തന്റെ വലത് കൈയിൽ അമലിന്റെ കിതാബ് നൽകപ്പെടുകയാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ദുനിയാവിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു സമയം സംസാരിക്കാൻ പറ്റൂ, ഇന്റർവ്യൂ നടക്കുമ്പോൾ 1 to 1 സംസാരിക്കുമ്പോൾ. എന്നാൽ അത് സൃഷ്ടികൾ അള്ളാഹുവിനങ്ങനെയല്ല, കോടാനുകോടി ആളുകളോട് ഒരേ സമയം അള്ളാഹുവിന് വിചാരണ ചെയ്യാൻ കഴിയും. ആ വിചാരണയിൽ സത്യവിശ്വാസികളെ അരികത്തേക്ക് വിളിച്ച് നീ ചെയ്തതല്ലേ? അതേ റബ്ബേ. നിഷേധിക്കുന്നുണ്ടോ? ഇല്ല റബ്ബേ. എന്നാൽ നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്ന ഒരു വിചാരണയുണ്ട്. ആ വിചാരണയുടെ പേരാണ് നജ്വ എന്ന് പറയുന്നത്. ആ ഹദീസിനെ കുറിച്ച് തന്നെ ഹദീസുൻ നജ്വ എന്ന് പറയാം. ഈ തരത്തിലുള്ള വിചാരണ റബ്ബേ, നീ നാളെ ഞങ്ങളോട് വിചാരണ ചെയ്യുമ്പോൾ റബ്ബേ, ഈ വിചാരണ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തിന്മകൾ, തെറ്റുകൾ നമ്മിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നതും സ്വാഭാവികമാണ്. മനുഷ്യൻ ഉറങ്ങുന്നു, ഉറക്കെന്ന് പറഞ്ഞ ഐബാണോ? അല്ലല്ലോ. ഉറങ്ങാതിരുന്നാൽ അതിന് ചികിത്സിക്കുക ചെയ്യുക. ഭക്ഷണത്തിന് ദാഹവും വിശപ്പും തോന്നുന്നു, അത് തോന്നാതിരുന്നാൽ അതൊരു അസുഖമാണ്, അല്ലേ? എന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതമാണ് തിന്മ ചെയ്യുന്നത്. ഉറക്ക് ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഉറങ്ങും. ഉറക്കം വരാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ഉറക്കിന്റെ നിഅമത്ത് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂൽ, അത് വലിയൊരു നിഅമത്താണ്. പടനില റാഷിദ് ഉണ്ടാ പോയോ? വലിയൊരു അത്ഭുതമാണ്. ഉറക്ക് വലിയൊരു നിഅമത്താണ്. ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുക, ദിവസങ്ങളോളം ഉറക്കം വരാണ്ടിരിക്കുക. ചില ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാലും മനുഷ്യ ശരീരത്തിന്, അതിൻ്റെ പ്രകൃതത്തിനെതിരാണത്. അതൊരു അസുഖമാണെങ്കിൽ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശപ്പില്ലാതിരിക്കുക, അതൊരു അസുഖമാണ്. യാ അല്ലാഹ്. കരച്ചില് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ഒരാൾക്ക് ഒരു നിലക്കും കരച്ചിൽ വരില്ല, അതൊരു അസുഖമാണ്. കരയണം, കരയേണ്ടിടത്ത് കരയണം. അള്ളാഹുവിനെ പേടിച്ച് കരയുക, അതൊരു പൂർണ്ണതയാണ്, അതൊരു കമാലാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹബീബിന്റെ മടിയിൽ വെച്ച് മരിച്ചപ്പോ നബി തങ്ങൾ ശബ്ദമുയർത്താതെ കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ട് എന്ന ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങൾ കരഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയേ, അങ്ങ് കരയുകയോ? അവിടെന്ന് പറഞ്ഞു, ഹാദിഹി റഹ്മ, ഇത് കരുണയാണ്, റഹ്മത്താണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന കരുണയാണ് ഈ കണ്ണുനീർ എന്ന് പറയുന്നത്. അള്ളാഹു കരുണ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടിമകളിൽ കരുണ ചെയ്യുന്നവരോട് മാത്രമാണ്. കരുണ ചെയ്യുന്നവരോടാണ് അള്ളാഹു കരുണ ചെയ്യുന്നത്. അതുകൊണ്ട് ഹബീബിന്റെ കരച്ചിൽ പോലും ഒരു ന്യൂനതയല്ല. തങ്ങൾ കരഞ്ഞു, ശബ്ദമില്ലാതെ, കണ്ണുകൾ ചെമന്ന് കണ്ണുനീരുകൾ ചാരിട്ടൊഴുകിയിട്ടുണ്ട്. അങ്ങനെ മനസ്സുകൾ വേദനിക്കുന്നത് അതൊരു ന്യൂനതയല്ലാത്ത പോലെ മനുഷ്യപ്രകൃതമാണ് തിന്മകൾ, തെറ്റുകളെങ്കിൽ ആ തെറ്റുകൾ തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ തെറ്റുകൾ നമ്മോട് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ടതില്ല. സയ്യിദുനാ ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു അൻഹ, ഇംഗ്ലീഷുകാരൻ ആദം ആൻഡ് ഈവ് എന്ന് വിളിക്കുന്ന ആദം വ ഹവ്വാ, ആദം അലൈഹിസ്സലാമും നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവിയും രണ്ടുപേരും അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. തെറ്റുകൾ സംഭവിച്ചു പോയി റബ്ബേ, തിന്മകൾ സംഭവിച്ചു പോയി റബ്ബേ,
തെറ്റുകൾ സംഭവിച്ചു എന്ന് സമ്മതിക്കുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമാണ്. ഖാലാ, അവർ രണ്ടുപേരും പറഞ്ഞു, ആദം നബിയും ഹവ്വാ ബീവിയും, റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി റബ്ബേ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് മാപ്പ് തരികയും ചെയ്തില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടവരിൽ പെട്ടുപോകും റബ്ബേ. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. പിശാചും തെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പിശാച് തെറ്റ് ചെയ്തു. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറഞ്ഞപ്പോ അവനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ, ഞാനാണ് ആദമിനെക്കാളും അലൈഹിസ്സലാം മേലെയുള്ളത് ഞാനാണ്. നീ എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ, ആദമിനെ പടച്ചത് അലൈഹിസ്സലാമിനെ മണ്ണ് കൊണ്ടല്ലേ പടച്ചത് എന്നവൻ പറഞ്ഞു. അഹങ്കാരമുണ്ടായി. അല്ലാഹു മറുപടി കൊടുത്തു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, അഭിശപ്തനായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോ. وأن عليك لعنتي إلى يوم الدين, ലോകാന്ത്യം വരെ നിനക്കെന്റെ ശാപമുണ്ടാകുമെന്ന് അള്ളാഹു പിശാചിനോട് പറയാൻ കാരണം എന്തേ? തിന്മ ചെയ്തപ്പോൾ ഞാനത് ചെയ്തു പോയി റബ്ബേ എന്ന പശ്ചാത്താപത്തിന്റെ ഒരു വാക്കവൻ പറഞ്ഞില്ല എന്നതാണ്. ഇപ്പോഴും അവന് പറയാം, പക്ഷെ അവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് റബ്ബി ബിമ അഗ്വൈതനി, പടച്ചവനെ നീയാണ് എന്നെ പഴപ്പിച്ചത്, നീയാണ് എന്നെ പഴപ്പിച്ചത്, അതുകൊണ്ട് ആദമിന്റെ മക്കളെ മുഴുവൻ ഞാൻ പഴപ്പിക്കും. അള്ളാഹുവിനോട് വെല്ലുവിളിച്ചവനാണവൻ. പക്ഷേ മുഅ്മിനീങ്ങൾ പറയുന്നത് റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചവനെ ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയി റബ്ബേ, നീ എനിക്ക് മാപ്പ് നൽകണമേ. ഇതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാഹുമ്മ ഇന്നി, ഹബീബിന്റെ ദുആയുണ്ട്, അത്തഹിയാത്തിന്റെ അവസാനത്തിലൊക്കെ ദുആ ഇറക്കാൻ പറ്റുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ കബീറാ വലാ യഗ്ഫിറു الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. اللهم പടച്ചവനെ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ, ഞാൻ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു പോയി റബ്ബേ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. സ്കൂളിൽ പഠിക്കുമ്പോ, കോളേജിൽ പഠിക്കുമ്പോ, ടൂർ പോകുമ്പോ, ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോ, തിന്മകളുടെ അവസരങ്ങൾ വന്നു ചേർന്നപ്പോ അള്ളാഹുവിന്റെ പടച്ചവന്റെ ദീനും ശറഇന്റെ നിയമങ്ങളും പഠിക്കാതിരുന്നപ്പോ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ഫഗ്ഫിർലി, മാപ്പ് നൽകണേ. വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹുവേ നിനക്ക് മാത്രമല്ലേ കഴിയൂ. ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക്, നീ എനിക്ക് മാപ്പ് നൽകണമേ. വർഹംനി, മാപ്പ് നൽകിയാൽ മാത്രം പോരാ, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കരുണ കൊണ്ട് എന്നെ പൊതിയണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, പടച്ചവനെ നീയാണല്ലോ മാപ്പ് ചെയ്യുന്നവൻ, നീയാണല്ലോ കരുണ ചെയ്യുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞ ദുആയാണിത്. ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ظلما كثيرا وإنه لا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖിദർ നബിയോട് കൂടെ യാത്ര പോയ ചരിത്രം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം അല്ലാഹു വിവരിക്കുന്നു. ലദുന്നിയായ അറിവ് പുസ്തകങ്ങളിലോ ഇൻഫോർമേഷന്റെ സോഴ്സുകളിൽ നിന്നോ കിട്ടേണ്ടതിന് പകരം അള്ളാഹു നേരിട്ട് ഹൃദയവിശുദ്ധിയുള്ള ആളുകളുടെ കൽബിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരുതരം ഇൽമുണ്ട് എന്ന് മൂസ നബിയെ പഠിപ്പിക്കാൻ അള്ളാഹു മൂസ നബിയോട് ചെയ്യാൻ പറഞ്ഞ യാത്ര ഖിദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇന്നത്തെ ഷർമു ഷെയ്ഖിന്റെ ഭാഗത്ത്, മജ്മുഉൽ ബഹ്റൈനിന്റെ ഭാഗത്ത്, ഈജിപ്തിന്റെ ഭാഗമായ ആ ഒരിടത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദർ നബി അന്വേഷിക്കാൻ പറഞ്ഞ് കൂടെ കൊണ്ടുപോയ യാത്രയുടെ വിശദീകരണം, ആ ചരിത്രം
ചരിത്രം നമുക്കൊക്കെ അറിയുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദർ നബി പറഞ്ഞത്, എന്നോടൊന്നും ചോദിക്കരുത്, അതിന്റെ വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾ ആ സമയത്ത് എന്നോട് നിങ്ങൾ ചോദിക്കരുത്, പിന്നീട് ഞാൻ പറഞ്ഞു തരും. അങ്ങനെ ഒരു വിവരം കൊടുത്തിട്ടും ക്ഷമ പാലിക്കാൻ കഴിയാതെ ഖിദർ നബി അലൈഹിസ്സലാം ചെയ്ത പലതും മഹാനായ മൂസാ നബിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ മൂസാ നബിക്ക് പറയേണ്ടി വന്നു. ഖാല ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി